ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയുമായാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. 1/4 കപ്പ് നിറയെ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ അല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 അല്ലി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരം ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്താലും മതി. പിന്നീട് ഒരു പാൻ എടുത്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 6 അല്ലി ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് മാറ്റി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം റാഗി പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് റാഗി. ഡയബറ്റിക് ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയാനും പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിനും എല്ലാം റാഗി കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. വൈറ്റമിൻ ഡിയുടെ നല്ലൊരു സ്രോതസ്സ് കൂടിയാണ് ഈ റാഗി. ഞാനിതിനകത്തേക്ക് വെള്ളം ചേർത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ റാഗി പൗഡർ എടുത്തത് കൊണ്ടാണ് 1/4 കപ്പ് അളവിൽ വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ റാഗി പൗഡർ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാനായി കുറച്ച് സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിലാണ് സവാള ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പിന്നീട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത ശേഷം ഞാനിത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ ചേർക്കുക, അല്ലാത്തവർക്ക് എണ്ണ ചേർക്കാതെയും ചുട്ടെടുക്കാവുന്നതാണ്. അതിനുശേഷം കൈ ഒന്ന് നനച്ചതിന് ശേഷം റാഗി പൗഡർ ഞാനിവിടെ ഉരുട്ടിയെടുത്തതിന് ശേഷം കല്ലിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാഴയില എടുത്തതിന് ശേഷം അതിന് മുകളിൽ വെച്ച് പരത്തിയെടുത്ത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്നും ഒട്ടാതെ നമുക്ക് വളരെ തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വാഴയിലയിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ വാഴയിലയോടെ തന്നെ നിങ്ങൾക്ക് പാനിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതും ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ കവർ ചെയ്തതിന് ശേഷം ഞാനിത് പാനിൽ നിന്നും എടുത്ത് മാറ്റുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ ബാക്കിയെല്ലാ റാഗി പത്തിരിയും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ റാഗി കൊണ്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ റാഗി കൊണ്ട് എപ്പോഴും പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവർക്ക് മടുപ്പ് തോന്നുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നോക്കി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായിട്ട് അറിയിക്കുക. ഇനിയും ഒരുപാട് വിഭവങ്ങളുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.